ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. കുഴിപ്പനിയാരം. ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. കുഴിപ്പനിയാരം രണ്ട് രീതിയിലുണ്ടാക്കാം. ഒന്ന് സ്വീറ്റായിട്ടും ഒന്ന് അല്ലാതെയും. ഞാനിപ്പോൾ കാണിക്കുന്നത് സ്വീറ്റായിട്ടുള്ള കുഴിപ്പനിയാരമാണ്. അതിന് വേണ്ടുന്നത് നമ്മൾ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കുന്ന അതേ മാവ് തന്നെയാണ്. ഇന്ന് ഇഡ്ഡലി ആയതുകൊണ്ട് ഞാൻ അതിന് കുറച്ച് കൂടുതലിട്ടാണ് ബാക്കി മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഡ്ഡലിക്ക് അധികം വരുന്ന മാവ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂട്ടിയിട്ടിട്ട് ബാക്കി വരുന്ന മാവ് മാറ്റി വെച്ചാലും മതി. അങ്ങനത്തെ മാവാണ് വേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടത് സ്വീറ്റ് ആയത് കാരണം ഇവിടെ ശർക്കര ഞാൻ നന്നായിട്ട് ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സ്വീറ്റ്നെസ് വേണോ അതിനനുസരിച്ച് ശർക്കര എടുക്കുക. പിന്നെ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ചിരുകിയത്. ഇത്രയും സാധനങ്ങളും കൂടി ഈ മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉണ്ണിയപ്പം പാത്രം ഉണ്ടല്ലോ, ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം, അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി മുതൽ ഇഡ്ഡലിക്കൊക്കെ മാവ് അധികം വരുമ്പം ഫ്രിഡ്ജിൽ വയ്ക്കാനോ അത് കളയാനോ ഒന്നും നിൽക്കണ്ട. പെട്ടെന്ന് തന്നെ ഇങ്ങനെ തയ്യാറാക്കിയാൽ എല്ലാവരും കഴിച്ച് തീർത്തോളും. ഒന്നും വേസ്റ്റായി പോവില്ല. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാതെ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലിക്ക് ഇടുന്ന പോലെ തന്നെ അരി ഇട്ട് അരച്ച് പുളിപ്പിച്ചെടുത്താൽ മതി. തേങ്ങയും കൂടി ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് പാത്രം ചൂടാക്കാൻ വയ്ക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ സാധാരണ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ തിരിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഇതൊരു സൈഡ് റെഡി ആകുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കൈ ഫ്രീ ആകത്തോണ്ട് കേട്ടോ തിരിച്ചിട്ടിട്ട് ഞാൻ കാണിച്ച്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മധുരം ഇഷ്ടമില്ലെങ്കിൽ അത് വേറെ രീതിയിലാണ്. അപ്പോൾ ഇനി ഇതുപോലെ മാവ് വരുമ്പോൾ ഞാൻ അതുണ്ടാക്കി കാണിക്കാം. ബാക്കി ഇതുപോലെ ഒഴിക്കാം. ഇതും തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ. ഇനിയിപ്പോൾ ഇഡ്ഡലി മാവൊന്നും വെറുതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കളയണ്ട. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.